മുദ്രയോടും, 2 അതിൻ്റെ പ്രതിമയോട്, 3 അതിൻ്റെ സംഖ്യയോടും. വായിക്കാം വെളിപ്പാട് 13, 16, 17, 18. അതും ഇന്നത്തെ ക്ഷാമവും. എന്നിട്ട് ഉക്രൈൻ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കാം. വായിക്കാം കുഞ്ഞെ. വെളിപ്പാട് 13. അന്ന് മനുഷ്യർ വെളിപ്പാട് 13-ന്റെ 16, 17, 13-ന്റെ 16, 17. അന്നാളിൽ വലിയവർ ചെറിയവർ. വെളിപ്പാട് അന്ന് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. 3 സബ്ജക്റ്റായിരുന്നു ഞാൻ തൊട്ടത്. 1 ഭരിക്കുവാൻ ഒരു മൃഗം, 2 അവന്റെ പ്രതിമ കമ്പ്യൂട്ടർ, 3 അവന്റെ സംഖ്യ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. മോളെ അതോടൊന്ന് വായിച്ചാട്ടെ. സംഖ്യ അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? ആ സംഖ്യ അതിന്റെ സംഖ്യ 666. മൊബൈൽ, ഇന്റർനെറ്റ്, ഗൂഗിൾ, WW എല്ലാം കൊണ്ടുപോകുന്നു 666. അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ. ഇതിൻ്റെ ഇലാബറേറ്റ് ഒന്നും ഞാൻ തൊട്ടാ എന്ന് തീരത്തില്ല. ഏവർക്കും വലം കൈ മേലോ നെറ്റിമേലോ മുദ്ര. നിങ്ങൾക്കൊരു സംശയം, ഇന്ന് രാത്രി ഇത് റെക്കോർഡ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നു. ദാ കിടക്കുന്നു ആരോഗ്യം വിരൽ തുമ്പിൽ. ഇന്ന് മോഡി സാർ ഒരു കാർഡ് കൊണ്ടുവന്നു, ആയുഷ്മാൻ. ഈ ആയുഷ്മാൻ കാർഡ് മനുഷ്യന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. അതിപ്പോൾ വെറും കാർഡാ, പക്ഷെ താമസം വിന അത് കൈകളിലേക്ക് ഒരു മുദ്രയായി വരുന്നു ഇന്ത്യക്കാർക്ക്. 3ാമത്തെ സംഭവം ഇനി നോക്കിയോണം. ദാ കിടക്കുന്നു എല്ലാം ഒരു കാർഡിൽ. നമ്മുടെ റേഷൻ കാർഡ് വരെ സ്മാർട്ടായി. ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, ലൈസൻസ്, ബാങ്ക് അക്കൗണ്ട് എല്ലാം ഒറ്റ കാർഡിൽ. അങ്ങനെയെങ്കിൽ ഈ കാർഡുകൾ കൂട്ടത്തോടെ മാറാൻ പോകുന്നു. ഈ കാർഡുകൾ മാറിയാൽ ഇന്ന് ലോകം പറയുന്നു കൈമേലും നെറ്റിമേലും ഒരു മുദ്ര കൊടുക്കാം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കോവിഡ് കാലത്ത് കൈമേലും നെറ്റിമേലും ചൂടടിച്ചത് തീർന്നില്ല. അതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ സാറ്റലൈറ്റിൻ്റെ ടെക്നോളജി 4G വരെ വന്നിട്ടുള്ളൂ. ചില സ്ഥലത്ത് 3 ആയി, 5G ചിലയിടത്ത് പരീക്ഷണാർത്ഥം. അങ്ങനെയെങ്കിൽ 5 മേഖലകളിൽ ഇന്ന് മനുഷ്യന് ചിപ്പായി കഴിഞ്ഞു. 1 ATM കാർഡ്, 2 ആനയുടെ വാലിൽ, 3 കാറിൻ്റെ മേളിൽ ഫാസ്ടാഗ്, 4 നിങ്ങളുടെ എല്ലാം പുതിയ കാറിൻ്റെ അതിൻ്റെ ഇൻറ്റീരിയറിനകത്ത് കാർ അടിച്ചുകൊണ്ട് പോയാൽ ഒരു ചിപ്പ് വന്നു. 5ാമത്തെ സംഭവം ഇന്ന് രാത്രി കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചു നിർമ്മല സീതാരാമൻ. നിരപ്പ് കാല കഴിഞ്ഞിട്ട് വന്നു. ഇന്ത്യ പാസ്പോർട്ടിനകത്ത് മുഴുവൻ ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. RFID 400 കോടി. ഇന്ന് രാത്രി ക്ലിയറായിട്ട് കേൾക്കണം. 5 സ്ഥലത്തേക്ക് മുദ്രയായി. 1 നമ്മുടെ ATM, 2 മൃഗത്തിന് ആനയുടെ വാലിൽ, 3 ഫാസ്ടാഗ്, 4 കാറിൻ്റെ ഇൻറ്റീരിയർ, 5 പാസ്പോർട്ട്. ഇനി ഈ മുദ്ര എവിടെ പോകണം? മനുഷ്യൻ്റെ കൈകളിലേക്ക്. കരമുയരുന്നില്ലല്ലോ. നമ്മുടെ സകല കാര്യം കാർഡിനകത്തായി. അന്ത്യമായിട്ട് RFID റേഡിയോ ഫ്രീക്വൻസ് ഇൻഫർമേഷൻ ഡേറ്റ. നിർമ്മല സീതാരാമൻ ഇന്ന് വീട്ടിൽ ചെന്ന് വാർത്ത എടുത്തു നോക്കണം. 400 കോടി രൂപ ഇന്ത്യയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് കൊടുത്തു. പാസ്പോർട്ടിനകത്തൊരു ചിപ്പ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അന്നാളിൽ വാങ്ങുവാൻ വിൽക്കുവാൻ തീർന്നില്ല. ഏവർക്കും എന്തോ വേണം? വലം കൈമേലും നെറ്റിമേലും ഒരു മുദ്ര. തീർന്നില്ല. സ്തോത്രം. അതൊരു സംഖ്യയായിട്ട് കണക്ട് ചെയ്യും. ആ സംഖ്യ 666. അതുകൊണ്ട് കോവിഡിന്റെ മറവിൽ അത് കൊണ്ടുപോയത്. ഇതാണ്ട് അമേരിക്കയിലെ വൈറ്റ് ഹൗസിലിരിക്കുന്ന പുള്ളിക്കാരൻ ഈ ചിപ്പ് എടുത്തു കഴിഞ്ഞു. മലേഷ്യയിൽ ഈ ചിപ്പ് വ്യാപകമായി കഴിഞ്ഞു. ദാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യുവാൻ വാക്സിനേറ്റഡ് കാർഡ്, പ്ലെയിനകത്ത് കയറുവാൻ RTPCയുടെ സർട്ടിഫിക്കറ്റ്. ഇത് ഇംഗ്ലീഷിൽ ഒരു മാർക്ക. അതിൻ്റെ അർത്ഥം ഓൺലി ബാർകോഡ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതെവിടെ വരും? കൈമേലും നെറ്റിമേലും. അതിൻ്റെ പേരാ സീൽ ഓഫ് ദ ബീസ്റ്റ്. അതാ മുദ്ര. അങ്ങനെയെങ്കിൽ 2 മുദ്ര.
ഒരു മനുഷ്യ ശരീരത്ത് വെക്കാൻ കഴിയുമോ? വായിക്കാം. ഇനി ഈ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കോവിഡ് ഇവിടെ മൂത്തപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി സഹോദരി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് ഒരൊറ്റ സാധനം മേടിക്കാൻ കടയിൽ കയറാൻ പറ്റത്തില്ലെന്ന്. സ്വോത്രം. ചില ബാങ്കിൻ്റെ മുമ്പിലും. അന്നേരം 2 ബുദ്ധിയുള്ളവന്മാർ ഹൈക്കോടതിയിൽ പോയി. അപ്പം തന്നെ പിണറായി വിജയൻ സാർ ഈ ചേച്ചിയെ വെട്ടിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞു: വാക്സിനും വേണ്ട, ഒന്നും വേണ്ട, സാധനം മേടിക്കാൻ പോകുന്നവർക്ക് ചൂട് നോക്കിയാൽ കട തുറക്കുമെന്ന്. സ്വോത്രം. പുള്ളിക്കറിയാം ഹൈക്കോടതി ഇത് നിയമം വേറെയാ, മനുഷ്യന്റെ സഞ്ചാര നിയമം. സ്വോത്രം. സഭ ഇവിടുന്ന് പോയിട്ടില്ല. വീണ ജോർജ് ഒറ്റ കാര്യം പറഞ്ഞ് 2 ഡോസ് എടുക്കാത്തവർക്ക് റേഷൻ കടയിലും ഇല്ല, സൂപ്പർ മാർക്കറ്റിലും ഇല്ലെന്ന്. ബാങ്കിൽ പോകണമെങ്കിൽ 2 ഡോസ് വേണമെന്ന്, വാക്സിനേറ്റഡ് കാർഡ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വാങ്ങുവാനും വിൽക്കുവാനും കൈമേലും സന്തോഷമില്ല, നെറ്റിമേലും മുദ്ര. അങ്ങനെയെങ്കിൽ പണ്ട് ഞാൻ ഇവിടെ എല്ലാം പ്രസംഗിച്ചു, കോവിഡിന് ശേഷം ഒരു ക്ഷാമം, വിലക്കയറ്റം ബൈബിളിനകത്തുണ്ടോ? ഈ മുദ്ര എവിടം വരെ വന്നു? കമ്പ്യൂട്ടർ ട്രേസ് ചെയ്തു തുടങ്ങി. വായിക്കാം. വെളിപ്പാട് പുസ്തകം 6:5-6. ഈ മുദ്ര മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. വായിച്ചാട്ട് മോളെ. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ത്രാസ്. ഇതിന്റെ മലയാളം എന്താ? കൂടെ വരുക എല്ലാം ഒരു കാർഡിനകത്ത്. അവൻ ലോകം മുഴുവൻ വന്നു കമ്പ്യൂട്ടർ സാധനത്തിന്റെ വില നിശ്ചയിക്കും. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? കമ്പ്യൂട്ടർ സാധനത്തിന്റെ വില. ആട്ടിയ മാവിനകത്തും ബാർകോഡുണ്ട്, ചപ്പാത്തി കവറിനകത്തും ഉണ്ട്. മിണ്ടുന്നില്ലല്ലോ. ചിന്നമാമേ, വില അറിയത്തില്ലയോ? സൺഫ്ലവർ ഓയിലിന്റെ വില നാളെ കടയിൽ പോയാൽ മതി. സ്വോത്രം. കഴിഞ്ഞ ആഴ്ച 155 ഇപ്പൊ കരയുണ്ട 210 രൂപയാ. കരം ഉയരുന്നില്ലല്ലോ അമ്മാമേ. സ്വോത്രം. 65 രൂപയുടെ പാം ഓയിൽ 105 രൂപയായി. മിണ്ടുന്നില്ല. കോവിഡ് കഴിഞ്ഞപ്പോൾ സന്തോഷമില്ല. സ്വോത്രം. വെളിച്ചെണ്ണ മാത്രം രക്ഷപ്പെട്ടിരിക്കുക, ബാക്കിയെല്ലാം പോയി. സ്വോത്രം. ഇതാരാ വില നിശ്ചയിക്കുന്നത്? കടക്കാരനാണോ? ചെല്ലുമ്പോ കള്ളിക്കാട്ടൊരു പെങ്കൊച്ച് കീ കണ്ടില്ലേ കമ്പ്യൂട്ടർ? ഇതാ പറയുന്ന തുലാസ്, 1 വൈമൻ സ്കെയിൽ. ലോകം കോവിഡിന്റെ മറവിൽ ദാ കിടക്കുന്നു. ഈ പേനയുടെ വില എത്രയെന്ന് എനിക്കറിയത്തില്ല. ലൂക്കോസ് പാസ്റ്റർ ഞാനിവിടെ പോകുന്നു, കാട്ടാക്കട വെറൈറ്റി മാൾ ഇത് മേടിക്കുന്നു. കമ്പ്യൂട്ടർ പറയും 10 രൂപ 50 പൈസ. ക്ലിയർ ആയില്ലയോ? ഈ ഒരു ബാർകോഡെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യക്ഷാമം. ശ്രീലങ്ക വന്നു. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്ന പാകിസ്ഥാനാ. കത്താൻ പോവുക. നിങ്ങൾ കണ്ടോണം. അന്ന് നിങ്ങൾ ഈ പ്രസംഗം ഓർക്കണം. 1 വൈമൻ സ്കെയിൽ. അത് കമ്പ്യൂട്ടർ വില നിശ്ചയിക്കാൻ ടാക്സും പോവും. അവന്റെ പേരാ GST. കേട്ടവർ കല്ലൂരുണ്ടോ? കൈയൊന്ന് ഉയർത്തിയാട്ട്. GST. സന്തോഷമില്ലല്ലോ. ഏത് സാധനം മേടിച്ചാലും അതിൻ്റെ അടി ഡൽഹിയിലെ കമ്പ്യൂട്ടർ ഇവിടുന്ന് തന്നെ പൈസ പിടിക്കും. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ് ഉണ്ടായിരുന്നു. അടുത്ത വാക്ക് കോവിഡിന് ശേഷം. വായിച്ചാട്ട് മോള്, വായിച്ചാട്ട്. നാട്ടുകാരൊന്ന് കേക്ക്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. എല്ലാം കമ്പ്യൂട്ടർ വഴിയെ കിട്ടത്തുള്ളൂ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. കമ്പ്യൂട്ടർ വഴി ആഹാര സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ വരുമെങ്കിൽ നമ്മുടെ വീണ ജോർജ് പറഞ്ഞൊരു കാര്യം മാത്രം നോക്കിയാൽ മതി. മാളിനകത്ത് കയറുവാൻ 2 വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇനിയുള്ള കാലം കൈവിടപ്പെട്ടു പോയാൽ പണം കൊണ്ട് മാളിനകത്ത് കയറിയാൽ സാധനമില്ല. കൈക്കകത്ത് മുദ്രയേറ്റവന് മാത്രം സാധനം കിട്ടും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ മുദ്ര ഞങ്ങളുടെ കൈനകത്ത് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു. ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. കള്ളിക്കാട് ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ നാം വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറ്, ആത്മീയ ശരീരമായി രൂപാന്തരപ്പെട്. അപമാനത്തിൽ വിതയ്ക്ക്, തേജസ്സിൽ നാഥൻ നമ്മെ ഉയർപ്പിക്കും. സ്വോത്രം. ഈ മുദ്ര നമ്മുടെ കരങ്ങളിലേക്കും. സന്തോഷമില്ലല്ലോ. പഴയ നിയമ ഇസ്രായേൽ എന്താ? സംഹാരകൻ കയറി വരുന്നു. മോശ എന്തോ ചെയ്തു? കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും. മിണ്ടുന്നില്ല. എന്താ കണ്ടത്? പൈസയുടെ ആണോ നോട്ടാണോ കണ്ടത്? എന്താ കണ്ടത്?
എന്താ കണ്ടത്? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മുദ്ര കണ്ടിട്ട് സംഹാരകൻ കയറിയപ്പോൾ ആരാധിക്കുന്ന ഇസ്രായേലിന്റെ യാഗപീഠത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവൻ ഒറ്റ കവാടത്തിനകത്ത് സംഹാരകൻ കയറിയില്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. പെന്തക്കോസ് പെരുന്നാൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ രക്തത്തളി ആചരിച്ച കുഞ്ഞുങ്ങളുടെ ചങ്കിനകത്തൊരു മുദ്രയുണ്ട്. ആ മുദ്ര പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ആ പരിശുദ്ധാത്മാവിന്റെ മുദ്രയേറ്റവന് സാത്താന്റെ മുദ്ര തൊടുവോ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. കള്ളിക്കാട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൽ ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. ബൈബിളിലേക്ക് വരും. 1 മൃഗം, 2 മൃഗത്തിന്റെ പ്രതിമ, 3 മൃഗത്തിന്റെ സംഖ്യ. ഇതിൽ ജയിച്ചവർ എവിടെയെന്ന് ഞാൻ വരുന്നതിന് മുമ്പിട്ട് ഇപ്പോൾ നടക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം. മിണ്ടുന്നില്ലല്ലോ. ആ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ മനുഷ്യന്റെ ശവശരീരം എങ്ങനെ അടക്കുന്നു എല്ലാം ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അനവധി പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഉക്രൈനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരപ്രകാരം വീഡിയോ മുഴുവൻ ഞാൻ പോസ്റ്റ് ചെയ്തു. മനുഷ്യന്റെ ശവശരീരം റഷ്യ ഉക്രൈൻ സാമ്പിൾ എവിടെ അടക്കപ്പെടും അതെങ്കിലും മനസ്സിലാക്കി. എനിക്ക് 3-4 ലോക മഹായുദ്ധം പ്രസംഗിക്കണമെന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇസ്രായേൽ തുടങ്ങിയോണ്ടാണ് ഞാൻ വിടാത്തത്. അടുത്ത സമയത്ത് മുഴുവൻ അതിനെപ്പറ്റിയായിരിക്കും. ഇന്നത്തെ റഷ്യ അമേരിക്ക ആയിരിക്കും പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ശവശരീരം അതിൻ്റെ പുറകെ ഒരു വാക്ക് എടുത്തു വെച്ചേക്കണം മോളെ. യോഹന്നാൻ 9:4, വെളിപ്പാട് 15:2. 10 മിനിറ്റ് കൂടെ കഴിയുന്നതിനകം തീരും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടും, ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ശവശരീരം റഷ്യ ഉക്രൈൻ ഇന്ന് രാത്രി ടെലിവിഷനിൽ അടച്ചാൽ മതി. ബറിയേഴ്സ് പിന്നെ ബോഡി ഓഫ് ഉക്രൈൻ പീപ്പിൾ ഒറ്റയടി യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. വായിക്കാം. ബൈബിളിലുണ്ടോ? യഗസ്കേൽ 39:14-15. ഗുണപ്പെടാനുള്ളവർ ഇന്ന് ഗുണപ്പെട്ടോണം. ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന് 1 മാസം കൊണ്ട് റഷ്യ ഉക്രൈൻ നടക്കുക. ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ഇപ്പൊ നടക്കുന്ന റഷ്യ ഉക്രൈൻ ഏതാ? കോട്ടിട്ട ബറിയേഴ്സ് അഥവാ ഈ പിന്നെ പറക്കിയെടുക്കുന്ന ടീം. അടുത്ത വായിച്ച മോളെ. 7 മാസം കഴിഞ്ഞ ശേഷം 7 മാസം. ഇപ്പം സിസ്റ്റം ഒത്തിരി നല്ലതായി. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞു റഷ്യ ഉക്രൈൻ. ഇപ്പൊ ബോഡി പറക്കുന്നു. അടുത്ത വാക്യം. അവർ പരിശോധന കഴിക്കുന്നു. ഓർക്കീവിലും കീവിലും ആ റഷ്യ ഈ ഉക്രൈന്റെ കൂട്ടക്കൊല ഇന്ന് ഇന്ത്യ വരെ അപലപിച്ചിട്ടുണ്ട്. 1000-കണക്കിന് പേരെ കൊന്നുകളഞ്ഞത്. വഴി കിടക്കുന്ന ബോഡി ഇനി കല്ലറ അടക്കാൻ പറ്റത്തില്ല. അടുത്ത വാക്യം. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ 1 മാസമായി വെടിയേറ്റ ശരീരത്തിനകത്ത് അസ്ഥികൾ ദ്രവിച്ചു തുടങ്ങും. മനുഷ്യാസ്ഥി കണ്ടാൽ അടുത്തത് അതിനരികെ ഒരു അടയാളം വെക്കും. അടക്കുന്നതിന് പ്രത്യേക ആൾക്കാർ വരുന്നു. വായിച്ചോ മോളെ. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ അന്ത്യകാലത്ത് 3rd വേൾഡ് വാർ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ താഴ്വരയാ ഹാമോൻ ഗോഗ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നെയ്യാർ ഡാമിനൊരു തേക്കലടിയുന്ന സ്ഥലമുണ്ട്, പന്ത. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. ഇവരാരും നെയ്യാർ ഡാം കണ്ടിട്ടില്ല. സ്വോത്രം. നാളെ കഴിഞ്ഞിട്ടൊന്ന് കൊണ്ടുപോകണം ക്ഷേത്രം. അങ്ങനെയെങ്കിൽ അതുപോലെ ഇസ്രായേലിന്റെ താഴ്വര ഹാമോൻ ഗോഗ്. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ നെഞ്ചു കയറി ഇവിടെ പ്രസംഗിക്കുമ്പോൾ 1000-കണക്കിന് ഡെഡ് ബോഡി എവിടെ കിടക്കുന്ന ഉക്രൈനിൽ. എന്താ ചെയ്യുന്നത്? ടെലിവിഷൻ ഒന്ന് കാണണം. ചാല് വെട്ടുന്ന വലിയ കുഴികൾ. സ്വോത്രം. അതിനകത്ത് നമ്മുടെ പ്ലാസ്റ്റിക്, വീട്ടിൻ്റെ പുരയിലിടുന്ന പ്ലാസ്റ്റിക്കിനകത്ത് ഈ ബോഡി പൊതിയുന്നു വിൽസൺ പാസ്റ്റർ. എന്നിട്ടൊരു പ്രാർത്ഥനയില്ല, പാട്ടില്ല. എല്ലാത്തിനെയും കൊണ്ട് ഈ കിടങ്ങ് പോലെ ചാലിനകത്ത് വെട്ടി മനുഷ്യന്റെ ബോഡിക്കകത്ത് എന്താ ചെയ്യുന്നത്? പൊക്ലൈനറും JCBയും വെച്ച് മണ്ണിട്ടടക്കുന്നു. കീവ്, ഓർക്കീവ്, അത് കഴിഞ്ഞിട്ട് മരിയാപ്പോൾ, ഒഡേസ. ആ മരിയാപ്പോളിലെ കൂട്ടക്കൊല ഇന്ന് ഇന്ത്യ UN പറഞ്ഞ് റഷ്യയോട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഭയത്ത് ഇനി നടത്തരുത്. 4000 പേരുടെ ഡെഡ് ബോഡി നിങ്ങളുടെ ചാനൽ ഏഷ്യാനെറ്റിൽ പിടിച്ചാൽ മതി. ഇത്രയും ചാലുണ്ടാക്കിയിട്ട് അതിനകത്ത് മനുഷ്യന്റെ 1 മാസം മുമ്പ് മരിച്ച ഡെഡ് ബോഡി വാരിയിട്ട് അതിനകത്ത് മണ്ണിനകത്തിട്ട് മൂടുന്നെങ്കിൽ ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനകത്ത് ഇത്രയെങ്കിൽ ഇവിടെ ഒരു ലോക മഹായുദ്ധമുണ്ടായാൽ കള്ളിക്കാട് ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ മുതയ്ക്കത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി
അടയ്ക്കത്തില്ല. അതിനുശേഷം വീട്ടിൻ്റെ അകത്ത് മാർബിൾ വെറൈറ്റി അടിക്കത്തില്ല, RIP വെക്കത്തില്ല. നീ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ റഷ്യ ഉക്രൈൻ്റെ കണക്ക് നിന്റെ ഡെഡ് ബോഡിയെ ഫോർക്ക് ലിഫ്റ്റിനകത്താക്കി വലിയ ചാലിനകത്ത് മണ്ണിട്ട് മൂടുന്ന ഒരു കാലം വരുമെങ്കിൽ ഇന്നേക്ക് 2650 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് എസക്കേൽ പുരോഹിതനോട് സ്വർഗം പറഞ്ഞു, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ മനുഷ്യന്റെ ഡെഡ് ബോഡി കണ്ടാൽ അടയാളം വെച്ചിട്ട് റെഡ് ക്രോസിനെ വിളിച്ച് മനുഷ്യന്റെ ശവശരീരം തീരത്തിനടുത്ത് ചാലിനകത്ത് അടക്കുന്ന കാഴ്ച ഇന്നത്തെ മീഡിയ മുഴുവൻ റഷ്യ ഉക്രൈൻ വാർ കാണിക്കുന്നെങ്കിൽ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി യുദ്ധങ്ങളെ കുറിച്ച് യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുക. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. കള്ളിക്കാടേ, ഇന്ന് രാത്രി മടങ്ങി വാ. നിനക്ക് വേണ്ടി ഒരു കാൽവറി മല നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു. സ്വോത്രം. 1, കമ്പ്യൂട്ടറിനെ വണങ്ങാത്ത യഹൂദന്റെ തലയിറക്കും. 2, ചിപ്പ് വെക്കാത്തവനെ പാളയത്തിനകത്തുനിന്ന് പുറത്താക്കും. 3, യഹൂദന്റെ താഴ്വരയ്ക്കകത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു യുദ്ധം നടന്നാൽ മനുഷ്യന്റെ ശവശരീരം പറക്കിക്കൂട്ടുന്ന ഒരു കാഴ്ച, അതിനെ കണ്ട് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട യേശു ഒരു പ്രവചനം പറഞ്ഞു. ആരും പ്രസംഗിക്കത്തില്ല. വായിക്കാം. യോഹന്നാൻ 9:4 വായിച്ചിട്ട് മോളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരം കള്ളിക്കാടുകാരൻ ഉയർത്തിയാട്ടെ. കമ്പ്യൂട്ടറിന്റെ 5ാം പതിപ്പ്, നമ്മുടെ കോവിഡിനകത്ത് വാക്സിന്റെ മറവിൽ ചിപ്പ്, റഷ്യക്കകത്ത് ഡെഡ് ബോഡി. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ചിന്നമാമേ ജ്യോതിമോളെ മൊബൈൽ അടിക്കണം. ചാലിനകത്ത് മനുഷ്യന്റെ ശരീരം വാരി വാരി എറിയുന്നെങ്കിൽ 3 പ്രവചനം നിങ്ങളുടെ കണ്ണിൻ മുൻപിൽ കണ്ടെങ്കിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ, ലോകത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ നാഥൻ പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ആ രാത്രി വരുന്നതിന് മുമ്പ് നീതി സൂര്യൻ തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. ഇവിടെ കയറി വരിക എന്ന ശബ്ദം നാം കേൾക്കാറായി കരമടിച്ച ദൈവത്തെ ആരാധിച്ചാട്ടെ ഇന്ന് രാത്രി. താങ്ക് യു ലോർഡ്. ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മൃഗത്തോടും മൃഗത്തിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ച ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വാർത്തെടുക്കട്ടെ. സ്തോത്രം. രാത്രി ഞാൻ നിർത്താൻ പോവാ. തൃശ്ശൂർ ജയിലിൽ ഒരിക്കൽ ഞാൻ സന്ദർശിക്കാൻ പോയി. എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. സ്തോത്രം. ആ സമയത്ത് ജയിലിൻ്റെ വാതിലിൽ അഴി കെട്ടിപ്പിടിച്ചുകൊണ്ട് ലൂക്കോസ് പാസ്റ്ററെ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുക. അവൻ പറയുന്നത് ഇതാ, ഞാൻ മരണത്തിന് യോഗ്യനാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ എന്തിനാ താങ്കൾ കരയുന്നത്? ആ വാക്ക് കേട്ടു ഞങ്ങളും ഞെട്ടിപ്പോയി. അവന് നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള്. ആ ഭാര്യ ഒരു രോഗം വന്ന് മരിച്ചു. ആ സമയത്ത് മരണം കഴിഞ്ഞതിന് ശേഷം ഇവന് വേറൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പം. ആ പെൺകുട്ടി പറഞ്ഞ്, കല്യാണത്തിന് ഞാൻ തയ്യാറാ, പക്ഷേ നിന്റെ മകളെ ഒഴിവാക്കി തരണം. സ്വോത്രം. യോ, ആ കഥ അതിനകത്ത് പറഞ്ഞ് എന്താ സംഭവം? ഇദ്ദേഹം ഭാര്യ മരിച്ചിട്ട് 6 വയസ്സുള്ള പെൺകൊച്ചിനെ 11 വയസ്സ് സുന്ദരം മോള, അവളെ നല്ലതുപോലെ വളർത്തുന്നതാ. കല്യാണം എല്ലാം നിശ്ചയിച്ച് രഹസ്യമായിട്ടാ നിശ്ചയിച്ച സമയത്ത് ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ കിട്ടണം, മോളെ തീർക്കണം. അതിന് അവളോട് പറഞ്ഞു, മോളെ നമുക്ക് നാളെ ബൈക്കിനകത്ത് തൃശ്ശൂർ പീച്ചി ഡാമിലേക്ക് പോകാം. സ്വോത്രം. കുഞ്ഞ് പറഞ്ഞു, പപ്പ പോണോ? നിന്നെ ഞാൻ കൊണ്ട് കാണിക്കാം, മോക്ക് നല്ല ഉടുപ്പുണ്ട്, നമുക്ക് പോകാം. ഈ ചെറുപ്പക്കാരൻ സ്വോത്രം ഈ പെൺകുഞ്ഞിനെ കൊണ്ട് പോയി. രാവിലെ മിച്ചറും ചായയൊക്കെ മേടിച്ചു കൊടുത്ത് പീച്ചി ഡാമിൻ്റെ അടുത്ത് ചെന്ന് എന്താ ചെയ്തെന്നറിയാം? കുഞ്ഞിനെ ഒരു പാറപ്പുറത്തിരുത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സ്തോത്രം ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു തോർത്തിട്ടു. സ്തോത്രം. ആ ചെറുപ്പക്കാരൻ കരയുക. അപ്പൊ കുഞ്ഞ് ചോദിച്ചു, പപ്പ എന്തുവാ ചെയ്യുന്നത്? ഒന്നുമില്ല മോളെ, നേരെ നോക്കാൻ പറഞ്ഞു. കുഞ്ഞിനൊരു സംശയവും ഇല്ല. സ്തോത്രം. ആ കുഞ്ഞ് അവന് ചെറുതായിട്ട് തോർത്ത് വീണപ്പോൾ, പപ്പ എന്തിനാ തോർത്തിനെ പിടിക്കുന്നത്? മോളെ ഒന്നുമില്ല, ഞാൻ കഴുത്തെ വെറുതെ ഇടുന്ന. മിനിറ്റുകൾ കൊണ്ട് തൻ്റെ രക്തത്തിൽ ജനിച്ച ആ കുഞ്ഞിന് ഒരു സഹോദരിക്ക് വേണ്ടി ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു. സ്തോത്രം. ഓ സ്തോത്രം. ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു. കുഞ്ഞങ്ങനെ വീണ് മരിച്ചെന്ന്. പക്ഷെ പോലീസ് കണ്ടെത്തി. 2 കാര്യം അവൻ്റെ മുമ്പിൽ പോയി. ആ കുഞ്ഞിൻ്റെ നിലവിളി
ഇന്ന് ആ സെല്ലിനകത്ത് കിടപ്പുമ്പോഴും തൻ്റെ പപ്പായെ നോക്കി അറവുശാലയിലെ കൊണ്ടൊരു മൃഗം കരയുന്നത് പോലെ ആ കുഞ്ഞ് കരഞ്ഞു. സ്വോത്രം. തൃശ്ശൂർ പോലീസ് കണ്ടുപിടിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇവൻ്റെ കല്യാണവും പോയി, തൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു. ഏകദേശം 14 വർഷത്തെ ശിക്ഷയ്ക്ക് വേണ്ടി അവൻ ജയിലിനകത്ത് കിടക്കുക. ആർക്കും അഭിമുഖം കൊടുക്കുകയില്ല. ഞങ്ങൾ അവനെ വിളിച്ചു. ജയിലറോട് പറഞ്ഞ് അവിടെ നിർത്താൻ പറഞ്ഞു. അകത്തവൻ നിന്നു. അവൻ്റെ കയ്യിൽ ഒരു ബൈബിള് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞ് യാതൊരു പാപവും ചെയ്തിട്ടില്ല, ആ കുഞ്ഞ് നിത്യതയിൽ കാണും. അതിനകത്ത് ഒരു കാര്യമുണ്ട്, നിനക്കവിടെ പോകണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നീ ജയിലിനകത്ത് ശിക്ഷ അനുഭവിച്ചു. മുടിയംപുത്രൻ പറഞ്ഞ പോലെ പറയണം, അറിയായ്മയുടെ കാലത്ത് എൻ്റെ പിഞ്ചു കുഞ്ഞിനെ ഞാൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്നിട്ടും അവൻ ചോദിക്കുന്ന മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ, സാറേ എനിക്ക് ആ സ്വർഗരാജ്യം കടക്കാൻ പറ്റുമോ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുക എൻ്റെ കുഞ്ഞിനെ. ഞാൻ പറഞ്ഞു, സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവനിലെ സൗജന്യമായ രക്ഷ ഇന്ന് നീ കരസ്ഥമാക്കുന്നുവെങ്കിൽ നിനക്കൊരു നിത്യതയുണ്ട്. അവന് താമസമിന പരോൾ ലഭിച്ചു. പിന്നത്തതിൽ അവൻ ഒരു ചർച്ചിൽ ആരാധിക്കാൻ പോയി. തിരിച്ച് ജയിലിൽ മടങ്ങി ചെന്നപ്പോൾ അവനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വന്നാൽ ഞാൻ തെറ്റ് ചെയ്തവനാ. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ 5 കോടതി മാറി മാറി വിസ്തരിച്ച് 7 കോടതി 5 കോടതി 7 പ്രാവശ്യം വിസ്തരിച്ച ഒരേശു എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം ഊറ്റിക്കൊടുത്തെങ്കിൽ ഞാൻ അവൻ്റെ രക്തത്തിൽ ശരണപ്പെടുന്നു. എന്നെ അവൻ പുതുക്കത്തിൽ ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി ജയിലിനകത്ത് പോകുമ്പോൾ ആവേശത്തിനകത്ത് മയക്കുമരുന്ന് കഞ്ചാവും ഒക്കെ കള്ളിക്കാട് ഉപയോഗിക്കുന്നവർ ജയിലിനകത്ത് ചെല്ലുമ്പോൾ ചിലരുടെ മുഖങ്ങൾ കാണും. ആ ജയിലിനകത്ത് അവർ പുറത്ത് വരുമ്പോൾ അവരുടെ ജീവിതത്തിനൊരു മാറ്റം കാണും. അന്നേരം അവരോട് ചോദിക്കണം, എന്താ നിങ്ങളെ മാറ്റിയത്? കരങ്ങളിലിരിക്കുന്ന കടാരയല്ല മാറ്റിയത്, കയ്യിലിരിക്കുന്ന മയക്കുമരുന്നല്ല മാറ്റിയത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഇടവേളകളിൽ ഒരു വെളുത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഉപദേശിമാർ സെല്ലിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയും, യേശു രക്ഷകൻ സ്വോത്രം. അത് ഞങ്ങളുടെ വിത്ത് അതകത്ത് വീണപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടായി. ആരാ മാനസാന്തരപ്പെടുത്തിയ? ഇവിടുത്തെ 15 കോടി മദ്യവർജനക്കാരല്ല മാനസാന്തരപ്പെടുത്തിയ. ഞങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ ജയിലിനകത്ത് പോയി ഈ ബൈബിൾ അവരെ കൊടുത്തിട്ട് പറയും, മോനെ നിനക്കൊരു ജീവിതമുണ്ട്, നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ നീ അവൻ്റെ വിലയായ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചാൽ നിനക്കൊരു പുതുജീവിതം തരാ. ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുക. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. ഇന്ന് രാത്രി പരിചയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. ഏതെനിൽ ആദമ കുടുംബത്തിൻ്റെ പാപത്തിന് വേണ്ടി ഒരു ഊനമൃഗത്തെ അറുത്തു. രണ്ടാമത് ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ആട്ടിൻകുട്ടിക്ക് പകരം ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടി അറുത്തു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ആലയം പണിഞ്ഞപ്പോൾ 1,26,000 ആടുകളെ അറുത്തു. ഇസ്രായേൽ ജനം പെസഹ ആചരിക്കുമ്പോൾ ഓരോ കുടുംബത്തിനും വേണ്ടി ഒരാടിനെ അറുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, ഇനി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്നും ആട്ടിനെ ഇറക്കണ്ട. രക്തം ചിന്താതെ വിമോചനമില്ല. അനാദി നിത്യതയുടെ നടുവിൽ വാസം ചെയ്ത തൻ്റെ ഓമന കുമാരന് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തെങ്കിൽ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. ഇന്ന് രാത്രി കള്ളിക്കാട് പറ, അവൻ എന്നെ സഹായിക്കും. അവൻ എന്നെ ശക്തീകരിക്കും. സിസ്റ്റർ ഇന്ന് രാത്രി വിളിച്ചു പറ, അവന്റെ നീതിയുടെ വലങ്കരം എന്നെ ആദ്യം വരെ നടത്തും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പറയാം, സ്തോത്രം. പരിശുദ്ധാത്മാവ് ഖേമിക്കുന്നുണ്ട്. നാളെ യോഗമല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ആ കുറേനക്കാരനായ ശീമോനെ കണ്ടോ? സ്വോത്രം. എത്ര പേർക്കറിയാം? അവൻ ക്രൂശ് ചുമക്കത്തില്ല. എന്താ ക്രൂശ് ചുമന്ന? കുരിശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ക്രൂശിനകത്ത്. അതുകൊണ്ട് അവൻ അടി പേടിച്ച് മാറി നിൽക്കുക. കള്ളിക്കാടുകാർ കേൾക്കണം, വയലിൽ നിന്ന് കയറി വരിക. അപ്പൊ സ്വർഗം പറഞ്ഞ് നിന്നെ സഹായിക്കാന്ന് വാഗ്ദത്തം കിടക്കുക. അപ്പം പെരിട്ടോണിയസാ കൂടെ നിൽക്കുന്ന യേശുവിനെ അടിക്കുന്ന ചാട്ടവാറ് പെരിട്ടോണിയസാ. ചൂണ്ടയും ഈയക്കട്ടിയും. അപ്പൊ ഈ അടി പേടിച്ചെന്തോ ഇത് നാടൻ ഭാഷയിൽ ഇന്ന് രാത്രി എന്നെ ഇവിടെ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഖേമിച്ചോണ്ട് ഞാൻ പറയുക, നാടൻ ഭാഷയിൽ അടി പേടിച്ചവൻ ചൂണ്ട പിടിച്ചു, ക്രൂശ് പിടിച്ചു. യേശു 33.5 തിരുവയസ്സ് പച്ച പൈൻമരം കൊണ്ടുള്ള ക്രൂശ് ലംബം തിരച്ചീന്. ഈ കുറേനക്കാരൻ കൊച്ചവൻ എന്തായത്? യേശു ക്രൂശ് പിടിച്ചപ്പോൾ പെരിട്ടോണിയസിന്റെ ചാട്ടവാറിന്റെ രക്തം എവിടെ ചെന്നെന്നറിയാമോ?
സ്വോത്രം. ആര്യ കുറേനക്കാരൻ്റെ സീമോന്റെ വീട്ടിലോട്ട് ചെന്ന് ഉടനെ ലൈവ് ക്യാമറ ഷൈൻ എടുക്കുന്ന പോലെ സ്വർഗം പറഞ്ഞു, എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് എടുത്തത് ആരാ, അവൻ്റെ വീടൊന്ന് കാണിക്കാൻ പറഞ്ഞു. സ്വോത്രം. അവൻ്റെ വീട് അവിടെ കള്ളിക്കാട് 4 സെന്റിനകത്ത് ഒരു ഓലപ്പുരയാ. അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് പാത്രം കഴുകുന്നു, 2 കുഞ്ഞുങ്ങൾ ഇരുന്ന് എന്തോ ചെയ്യുന്നെന്നറിയാമോ, നാടൻ ഭാഷ കളിച്ചോണ്ടിരിക്കുക. സ്വർഗത്തിലെ ദൈവം പറഞ്ഞെടാ, എൻ്റെ മകൻ്റെ ക്രൂശ് എടുത്തവൻ്റെ തലമുറകളുടെ ഭാവി ഒന്ന് മാറ്റി എഴുതേക്കാൻ പറഞ്ഞു. സ്വോത്രം. ആരായി? കൂലിപ്പണി 4 സെന്റിൽ കിടന്ന രൂപോസ് കർത്താവിൻ്റെ മിഷനറിയായി മാറി. അടുത്തവൻ ആരായി? പീലാത്തോസിന്റെ കസേരയിൽ അലക്സാണ്ടർ ഗവർണറായി മാറി. ഇന്ന് രാത്രി കള്ളിക്കാട് വചനമെടുത്ത സഹോദരി, ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശ് എടുത്ത ദൈവദാസനെ, ഇന്ന് രാത്രി ആരൊക്കെ തള്ളിയാലും ഇന്ന് രാത്രി വിളിച്ചു പറയണം, എൻ്റെ തലമുറയുടെ ഭാവി മാറ്റി എഴുതുവാൻ കാൽവറിയിലെ ക്രൂശ് രൂപോസിന്റെയും അലക്സാണ്ടറിന്റെയും ജീവിതത്തിൽ ചലിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ. ഇന്ന് രാത്രി കള്ളിക്കാട്ടിൽ നിന്ന് ക്രൂശ് എടുക്കുവാൻ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഇന്ന് രാത്രി ചില ഗവർണർമാരെ കളക്ട്രേറ്റിനകത്ത് ഇരുത്തുക, പരിശുദ്ധാത്മാവിൻ്റെ കരം ഇറങ്ങി വരട്ടെ. അലക്സാണ്ടറിനെ പോലെ ചില മിഷനറിമാരെ ഇരുത്തുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരട്ടെ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അമ്മച്ചി ഈ കോവിഡിനകത്ത് അമ്മച്ചി വന്നെങ്കിൽ ദൈവം അമ്മച്ചിയുടെ മക്കളെ അനുഗ്രഹിക്കുക. അച്ചായ ഈ കോവിഡിനകത്ത് വന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അച്ചായനെ അനുഗ്രഹിക്കുക. സ്വോത്രം. ഇന്ന് രാത്രി ഒരു കഥ കേൾക്കണം, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ. അന്ന് ക്രൂശീകരണം കഴിഞ്ഞ് നാടൻ ഭാഷ അച്ചായൻ വീട്ടിൽ ചെന്ന് പന്തപ്പെരയ പുറത്തൊരു ഓല കെട്ടിയ കുളിപ്പരയോ ചെന്നപ്പോൾ ഒരു വല്ലാത്ത മണം. അപ്പം ചേറിൻ്റെ മണമാ. അച്ചായൻ ചേറിൻ്റെ മണം ഇന്നൊരു വല്ലാത്ത മണം. അമ്മാമ്മ ഒരു കാര്യം ചെയ്ത് ലൈഫ് ബോയ് എടുത്തു കൊടുത്ത് ലൂക്കോസ് മാസ്റ്റർ കുളിക്കാൻ പറഞ്ഞു. അച്ചായൻ കുളിച്ചിട്ട് വന്നപ്പോൾ പറഞ്ഞു, അമ്മാമ്മ പറഞ്ഞു, കുളി ശരിയായില്ല, പിന്നെ നിങ്ങളെ മണം എടുക്കുന്നെന്ന്. 3 പ്രാവശ്യം കുളിച്ചു. ഉടനെ അച്ചായ സോപ്പ് താത്തിട്ട് പറഞ്ഞു, എടി നാടൻ ഭാഷ, നമ്മുടെ കൊല്ലം ഭാഷ പറഞ്ഞു, എടി ഭാര്യയെ, ഞാൻ എല്ലാ ദിവസവും തൂമ്പ എടുത്ത് വയലിൽ പണിയുന്ന, പക്ഷേ ഇന്ന് അടിയെ പേടിച്ച് ഒരുത്തൻ്റെ ക്രൂശിയാച്ചപ്പോൾ യേശുവാന്ന് പോലും അറിയത്തില്ല, അവൻ്റെ രക്തം എൻ്റെ ശരീരത്തൊഴുകി. ഇതെത്ര ലൈബോയി ഒഴിച്ചാലും ഈ രക്തത്തിൻ്റെ പവർ മാറത്തില്ല. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്ന് പകൽക്കാലം അവൻ്റെ പന്തക്കുടലിനകത്ത് ഈ രക്തത്തിൻ്റെ ശക്തി ഇറങ്ങിയോ, അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി കള്ളിക്കാട് ദൈവത്തിന്റെ ദാസന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ ഇന്ന് രാത്രി വിളിച്ചു പറ, ഭയപ്പെടേണ്ട, ജീവന്റെ വചനം ഭ്രമിച്ചു നോക്കണ്ട, വിളിച്ചവന്റെ രക്തം ഇന്ന് രാത്രി നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. തീർന്നില്ല, അവന്റെ നീതിയുടെ വലങ്കരം. കോവിഡ് ആഞ്ഞടിക്കട്ടെ. സ്വോത്രം. രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, ഞാൻ പ്രവാചകനല്ല, ഇതിനകത്ത് ആത്മാവിൽ ഞാൻ തങ്കാകെ വരളുക, ദാഹവും നടക്കുക. എങ്കിലും ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോടൊരു ദൂത് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി എന്ന് നിന്റെ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി, നിന്റെ തലമുറയ്ക്ക് ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്ന് രാത്രി നീ പ്രസംഗിച്ചു തുടങ്ങി, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി മാറ്റിമറിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഒരു ക്യാമറ വന്നിട്ടുണ്ട്. കള്ളിക്കാട് ഈ പട്ടണത്തിൽ മഴയെ അവഗണിച്ച് കിലോമീറ്ററുകൾക്കകത്ത് വണ്ടിക്കകത്ത് ജീവന്റെ വചനം കേൾക്കാമെന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ ദാസന്മാര്, നിങ്ങളുടെ തലമുറകളെ തൊടുക. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ശക്തി കള്ളിക്കാട് തടിമിൽ ഗ്രൗണ്ടിലല്ല, ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയവർ, ആൽഫയും ഓർഫയും ഉമേഗയുമായി ഇന്നും അതതിന്റെ ഓർബിറ്റിനകത്ത് വെച്ച കർത്താവ് നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പുതിയ പദ്ധതി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി ചെയ്യുവാൻ എന്റെ നാഥൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോവുക. മൃഗത്തോടും മൃഗത്തിന്റെ പ്രതിമയോടും സംഖ്യയോടും ബാക്കി നിന്നാൽ എത്ര നേരം നിൽക്കാം, വായിച്ചാട്ടുമുള്ള നിർത്താൻ പോവുക. വെളിപ്പാട് 15:2. മൃഗത്തോടും തീ കലർന്ന, ബൈബിളുള്ളവരെല്ലാം ഒന്ന് നോക്കിക്കോണേ. ഇതിനാ ഞാൻ ഇത്ര ഇന്നലെ തൊട്ട് കറങ്ങിയത്. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും. എത്ര എണ്ണത്തിനോട് ഇതാ കണ്ടോണേ. ഇതാ ഇന്നത്തെ പ്രസംഗം ഇന്നലത്തെ. 1, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന കമ്പ്യൂട്ടറിന്റെ പ്രതിമ. 2, അതിന്റെ മുദ്ര. അത് കഴിഞ്ഞ അതിന്റെ സംഖ്യ ദാ കിടക്കുന്ന ആ പ്രതിമ. വായിച്ചാട്ടെ. സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. അപ്പച്ച അമ്മച്ചി തരുമെനിക്ക് കിരീടമൊന്ന് ധാരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്ക് യാത്ര ചെയ്യും
സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ചന്മാരെ, കള്ളിക്കാട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മച്ചി നല്ല വീട് കിട്ടിയില്ലേലും ഇന്നോവയുടെ കാറ് കിട്ടിയില്ലേലും ഈ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിയ നിനക്ക് വേണ്ടി പളുങ്ക് കടൽ നദീ തീരെ വീണകൾ മീട്ടുവാൻ ഒരു ഭാഗ്യാവസരം ദൈവം തരാൻ പോവുക. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കർത്താവിന് വേണ്ടി ഇറങ്ങിയ അനവധി ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. പാസ്റ്റർമാരെ, ഒന്നും കിട്ടിയില്ലേലും നമുക്കൊരു പ്രതിഫലമുണ്ട്. അമ്മച്ചിമാരെ, ഒരു പ്രതിഫലമുണ്ട്. മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ ജീവന്റെ വചനം കേൾക്കാൻ വന്നവരെ, പളുങ്ക് കടൽ നദി തീരെ ഇന്ന് നമ്മൾ വിശ്വാസത്താൽ അന്ന് നമ്മൾ പ്രിയന്റെ മുഖം കണ്ട് ആരാധിക്കും. ആ കുഞ്ഞാട് ജയാളിയായി മധ്യാകാശത്തിൽ വരാറായി. എതിരേൽക്കാൻ പോകണമോ? സ്തോത്രം. എന്ത് വേണം? 7 യോഗ്യത വേണം. നിർത്താൻ പോവുക. പ്ലെയിനിൽ പോയ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തിയാട്ടെ. പ്ലെയിനകത്ത് പോയ, അയ്യോ വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട, ഒന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. ഇവിടെ തന്നെ നല്ല യോഗമുണ്ട്, പിന്നെ എന്തിനാ വിദേശത്ത് പോകുന്നത്? സ്വോത്രം. നമ്മുടെ ആൾക്കാർ ഇവിടെ കിടക്ക് വരും. അതുകൊണ്ട് കൈ ഉയർത്തിയാട്ടെ. നേരെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് നേരെ പ്ലെയിനിൽ കയറിയാന്ന് ചായ സ്വോത്രം മിണ്ടുന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, ആ ചായ തന്നെ വിടിപ്പുണ്ട്. നേരെ ചെന്ന ഉടനെ CIS പറഞ്ഞു, അന്തറാവോ ബൈ, പ്ലെയിൻ കാ അന്തർ ബൈട്ടോ. അങ്ങനെ വല്ലവരും പറഞ്ഞു? ഇല്ല. 1 പാസ്പോർട്ട്, 2 വിസ, 3 ടിക്കറ്റ്, 4 എമിഗ്രേഷൻ, 5 ബോർഡിംഗ് പാസ് വേണം, 6ാമത്തെ കാര്യം എല്ലാം ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 7ാമത് ഒരു മെറ്റൽ ഡിറ്റക്ടർ നമ്മുടെ ബെൽറ്റും പാൻറ്റും എല്ലാം ഊരും. എന്നിട്ട് ശേഷം എവിടെ കൊണ്ടിരുത്തും? അവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് പെങ്കൊച്ച് പറയും പ്ലെയിൻ ഉടനെ വരും, കയറാം. അപ്പം 7 കാര്യമില്ലാതെ പ്ലെയിനിൽ കയറാൻ പറ്റൂ? ആരും പ്ലെയിനിൽ പോയിട്ടില്ലയോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുക. ചിലർ കയറ്റി വിടണം. സ്വോത്രം. ഇവിടുന്ന് പലരും പോകണം. വണ്ടിക്കകത്ത് കാനഡയിൽ പോകണം, UK പോകണം, എല്ലായിടത്തും പോകണം. സ്വോത്രം. കള്ളിക്കാട് നെയ്യാർ ഡാമിൽ നിന്ന് ചൂണ്ട വിളിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. സ്വോത്രം. മിണ്ടുന്നില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ 7 അടിസ്ഥാന ഉപദേശം നമ്മുടെ ഒരു യാത്രയാണ്. ദാറ്റ് ഈസ് എ ബിഗ് ജേർണി. ക്രിസ്തു യാത്രയല്ല, ദീർഘയാത്ര. ആ ദീർഘയാത്രയ്ക്ക് 1 രക്ഷ. രക്ഷ എന്താ? കള്ളിക്കാട് യോഗത്തേക്ക് പരിസമാത്തി കടസിക്കാലത്തിനകത്ത് കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിക്കുന്നതല്ല രക്ഷ. ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും. 1. 2 മാനസാന്തരപ്പെടണം. ഈ സത്യവചനം, കോവിഡ് 1 കോടി മരിച്ച് റഷ്യയിലെ ശവശരീരം ഇത് കണ്ടിട്ട് ഇന്ന് രാത്രി കള്ളിക്കാട്ടിരിക്കുന്നവൻ മാനസാന്തരം. എന്താ മാനസാന്തരം? മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, സഹോദരിമാർ പ്രത്യേകം, പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, ഇത്രേ പറയുന്നുള്ളൂ. സ്വോത്രം. ദുഃഖം വരും. അത് കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് നീ അനുദപിക്കണം. അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിക്കണം. 4 അനുദപിച്ച നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മിണ്ടുന്നില്ല, ശബ്ദം വരുന്നില്ല, മുങ്ങി സ്നാനമേക്കണം. നെയ്യാറി മുങ്ങുന്നത് എന്തിനാ? പെന്തിക്കോസ് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി ഞാൻ സ്നാനമേറ്റു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. 5 ഈ വചനം കേട്ടവൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. വേർപാട്. 6 അവന്റെ മരണം നമ്മുടെ അകത്തളങ്ങളിൽ ചലിക്കുന്നത് വരെ തിരുമേശയിൽ പങ്കാളിയാകണം. 7 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കും. ആ വാതിലിന്റെ പേരാ നിത്യതയുടെ കവാടം. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. പ്ലെയിന്റെ ഹല്ലേലൂയ ശബ്ദം ഇരമ്പുന്നത് പോലെ അന്ത്യകാലത്ത് യേശുവിന്റെ വരവിന്റെ ശബ്ദം മുഴങ്ങാറായി 7 അടിസ്ഥാനമുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. രക്ഷ, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി, നിത്യത, ഇതിനെല്ലാം കണക്ക് കൂട്ടിയുള്ളവന് സ്വർഗം വിളിക്ക് എന്റെ കാന്തി, എന്റെ പ്രാവേ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. ഈ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? തീ കലർന്ന പളുങ്ക് പടൽ പോലെ വന്നു മൃഗത്തോടും അത് പ്രതിമയോടും അതിൻ്റെ സംഖ്യയോട് ജയിച്ചവർ കുഞ്ഞാടിന് വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു. ഈ സത്യസന്ദേശം കേട്ടിട്ട് ഇന്ന് രാത്രി അലക്ഷ്യമായി പോകരുത്. ഒരു 5-6 മിനിറ്റ് കൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ടേ പോകൂ. ഇന്ന് രാത്രി എല്ലാവർക്കും വേണ്ടി ഒന്ന് എഴുന്നേൽക്കാം. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കയാൽ. പലരും വിചാരിക്കും മരണ വീട്ടിലെ പാട്ടാന്നല്ല. യേശു വരാറായി. ദൂതസംഘം നമ്മെ എതിരേൽക്കാറ്. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. യെസ്.